വിൻസിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ തുറന്നു പറച്ചില് ഒരുപക്ഷെ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. തുറന്നു പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ എന്താണ് ഇനി അതിൽ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടി നമുക്ക് ചിന്തിക്കാലോ. ഷൈനിനെതിരെ ഉണ്ടായ കേസ് അത് കോടതി തന്നെ പറഞ്ഞതാണ് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന്. സാധാരണക്കാർക്കെതിരെ ഒരു കേസ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഈ സെലിബ്രിറ്റി ആയിരിക്കുമ്പോൾ വരുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകുന്നില്ല. റെയ്ഡ് നടക്കുന്ന സമയത്താണ് ഷൈൻ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. ഗ്രീഷ്മ, മലയാള സിനിമയിൽ നിരന്തരമായിട്ട് വിവാദങ്ങൾക്ക് ഇങ്ങനെ തിരികൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ നടി വിൻസി അലോഷ്യസിന്റെ ഒരു തുറന്നു പറച്ചിലാണ്. വിൻസി അലോഷ്യസിന് സിനിമാ സെറ്റിൽ ഉണ്ടായ ഒരു ദുരനുഭവം അവർ സാമൂഹ്യ മാധ്യമത്തിലൂടെ തുറന്നു പറഞ്ഞു. അതിനെ ചൊല്ലിയുള്ള പല വിവാദങ്ങളും ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ പലതരത്തിലുള്ള തുറന്നു പറച്ചിലുകളിൽ അവർക്കെതിരെ മോശമായി പെരുമാറിയ വ്യക്തി ഷൈൻ ടോം ചാക്കോ ആണെന്നുള്ള വിവരങ്ങളൊക്കെ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? അതായത് കാലങ്ങളായിട്ട് ഇത്തരത്തില് സിനിമാ സെറ്റില് നടക്കുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്നതാണ്. പക്ഷെ ഇതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതലല്ല, ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത്. അതിന് മുൻപും ഇത്തരത്തിലുള്ള സ്ത്രീകൾ സുരക്ഷിതമായിട്ട് അല്ല എന്നുള്ള സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ വിൻസി തുറന്നു പറഞ്ഞിരിക്കുന്നത് സാധാരണയായിട്ട് മലയാളികൾക്ക് എപ്പോഴും ഉള്ളതാണ്. നല്ലത് പറയാൻ അങ്ങനെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ വിൻസിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ തുറന്നു പറച്ചില് ഒരുപക്ഷെ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. അതായത് ഈ പോലീസിന്റെ ഇടപെടലുകൾ, സംവിധാനത്തിന്റെ ഇടപെടലുകൾ, ഇതൊക്കെ കൃത്യമായി നടക്കാത്തത് കൊണ്ടാണ് പല കേസുകളും തെളിയാതെ വരുന്നതും. ഇപ്പൊ ഷൈൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഷൈൻ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു വിഷയത്തില്. തീർച്ചയായും 2015 അദ്ദേഹം ആദ്യമായിട്ടൊരു ലഹരി കേസിൽ ഉൾപ്പെടുന്നതും അതിൽ നിന്ന് കുറ്റവിമുക്തരാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ കുറെ പുകിലുകൾ നമ്മൾ കണ്ടതാണ്. ആ റിപ്പോർട്ടിന്റെ കുറെ ഭാഗങ്ങൾ മറച്ചു വെച്ചു എന്നുള്ള കാര്യങ്ങളിൽ പല വിവാദങ്ങളും ഉണ്ടായതാണ്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പല സ്ത്രീകളും തനിക്കുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയാൻ രംഗത്തേക്ക് വന്നത്. അത്തരത്തിലൊരു തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വിൻസിയും നടത്തിയിരിക്കുന്നത്, അല്ലെ? അതെ, അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുക. വിൻസി മാത്രമല്ല, പക്ഷെ തുറന്നു പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം തുറന്നു പറഞ്ഞാൽ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടുള്ള ആളുകൾ, അങ്ങനെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളവര്, ഇവരൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ എന്നല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ജീവിക്കാനുള്ള മാർഗമാണ്. ഇതിൽ വിൻസി നേരത്തെ പറഞ്ഞില്ല എന്നൊക്കെ ഉണ്ട്. അവര് അതിന് കാരണം പറയുന്നുണ്ട്. ആ സിനിമ മുടങ്ങിപ്പോവും. അത് ഒരാളെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. വിൻസി അത് അവിടെ പറഞ്ഞ ആ സിനിമ മുടങ്ങും. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും അത് ബാധിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അത് വേണ്ട എന്ന്, അല്ലെങ്കിൽ അങ്ങനെ അല്ല, ഇത് കഴിയട്ടെ എന്ന് തീരുമാനിച്ചതും അത് പുറത്തു വരുന്നതും. ഇപ്പൊ ഒരാള് മാത്രമല്ല അങ്ങനെ ഇത്തരത്തിലൊരു പെരുമാറുന്നത്. മൊത്തത്തിലൊരു മാറ്റം വരണം. സിനിമാ മേഖലയിൽ മാത്രമല്ല, സർവ്വ മേഖലകളിലും സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം വേണം. ഇത്രയും ലഹരി സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. പക്ഷെ തുറന്നു പറയാൻ വിൻസി കാണിച്ച ആ ഒരു ധൈര്യം, അല്ലെങ്കിൽ ആ ഒരു കാര്യം അതിന് പിന്നാലെ വരുന്ന പെൺകുട്ടികൾക്കും പറയാതെ പോയ ആളുകൾക്കും ഒക്കെ അതൊരു പാഠമായിരിക്കണമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതൊരു നവംബറിൽ നടന്ന സംഭവമാണ്. അവർ കാണിച്ച ആ ഒരു സിനിമയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്ക് ഒരു നിമിഷം വേണമെങ്കിൽ അന്ന് തന്നെ ആ ഒരു വിവരം തുറന്നു പറയാമായിരുന്നു. ആ സിനിമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല സംഘാടകരെയും ഓർത്തിട്ടാണ് അവർ അന്ന് തുറന്നു പറച്ചിൽ നടത്താതിരുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് തുറന്നു പറയുന്നു എന്നല്ല, തുറന്നു പറഞ്ഞത് ശരിയാണോ, അല്ലെങ്കിൽ എന്താണ് ഇനി അതിൽ ചെയ്യാൻ പറ്റുന്നതെന്നും കൂടി നമുക്ക് ചിന്തിക്കാലോ. അന്ന് തുറന്നു പറഞ്ഞില്ല എന്ന് പറയാൻ കാണിക്കുന്ന നമുക്ക് എടുക്കുന്ന സമയം തുറന്നു പറയുമ്പോൾ അതിന്റെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതല്ലേ ഉള്ളൂ. ഗ്രീഷ്മ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നോക്കിക്കാണേണ്ടത്, അന്ന് അവർക്ക് അങ്ങനെ ഒരു ദുരനുഭവം അവിടെ ഉണ്ടായപ്പോൾ അവർ തുറന്നു പറഞ്ഞ പല വ്യക്തികളും അവിടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ സിനിമാ സെറ്റിലെ നിർമ്മാതാവിനോട് പറഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ സംവിധായകനോട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുമായി കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അന്ന് അവർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ്. അതേസമയം തന്നെ കുറ്റക്കാർ അവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിരന്തരം ഇത്തരം സംഭവങ്ങൾ സിനിമാ മേഖലയിൽ ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ ചിലവർക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ എന്തുകൊണ്ട് കുറ്റക്കാർ അവിടെ സംരക്ഷിക്കപ്പെടുന്നത് എന്നത് മറ്റൊരു കാര്യമാണ്. അതിൽ സർക്കാരിന്റെ പോലീസിന്റെ ഒക്കെ ഒരു അനാസ്ഥ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഷൈനെതിരെ
ഉണ്ടായ കേസ് അത് കോടതി തന്നെ പറഞ്ഞതാണ് പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന്. പോലീസിന് എങ്ങനെയാണ് വീഴ്ച സംഭവിക്കുന്നത്? രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഇരിക്കുമ്പോഴല്ലേ വീഴ്ച സംഭവിക്കുക. അല്ലെങ്കിൽ കൃത്യമായി സാധാരണക്കാർക്കെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്കെതിരെ ഒരു കേസ് വരുമ്പോൾ കാണിക്കുന്ന ഒരു ശുഷ്കാന്തി ഈ സെലിബ്രിറ്റി ആയിരിക്കുമ്പോൾ വരുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് കൃത്യമാകണമെങ്കിൽ, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലെ മനുഷ്യർക്ക്, ആളുകൾക്ക് ബോധ്യം ഉണ്ടാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും വേണം. അതായത് സിനിമാ സെറ്റിലായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഈ സിനിമാ സെറ്റിൽ നേരിടുന്നു എന്ന് തോന്നുമ്പോൾ അവിടെ പോലീസ് സംവിധാനങ്ങൾ ഒരുക്കണം. അല്ലെങ്കിൽ ഇപ്പം പോലീസ് സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും അവിടെ ഈ റെയ്ഡ് നടക്കുന്ന സമയത്താണ് ഷൈൻ ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടാൻ, അതായത് ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനെ രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അത്രയും ആളുകൾ ആ ഫ്ലാറ്റിലുണ്ടായിട്ട്, ആ ബിൽഡിങ്ങിൽ ഉണ്ടായിട്ട് ഷൈൻ മാത്രമാണ് അതിലിറങ്ങി വളരെ സാഹസികമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അപ്പോ ഒരു കാര്യവും ഇല്ലാതെ ഒരാള് അതിനുവേണ്ടി ശ്രമിക്കില്ല. പിന്നെ അയാളുടെ ഹിസ്റ്ററി പറഞ്ഞൊരു കാര്യം ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. ഗ്രീഷ്മ ഇപ്പൊ പറയുകയുണ്ടായി, ഇപ്പോൾ പോലീസ് സംവിധാനത്തിന്റെ വലിയൊരു വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് സംവിധാനത്തിന്റെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിൻസി അലോഷ്യസിന്റെ കേസിൽ തന്നെ പല പ്രമുഖരും ഇപ്പോൾ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ചോദിക്കാറുള്ളത്, ഇപ്പോ ഈ വിൻസി അലോഷ്യസ് ഒരു പ്രമുഖ നടിയാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ്. പക്ഷേ ഇവരുടെ സ്ഥാനത്ത് ഒരു സൈഡ് റോൾ ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ആണ് ഇത്തരം ഒരു അനുഭവം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം ഈ വാർത്ത ഇങ്ങനെ ഒരു വിവാദത്തിലേക്ക് എത്തുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഒരു പക്ഷേ ഉണ്ടാകില്ലായിരിക്കാം, അവര് തുറന്നു പറയുന്ന. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറെ കൂടി ആളുകള് മുന്നോട്ട് വരുന്നുണ്ട്. അതായത് ഇത് സോഷ്യൽ മീഡിയ അതൊരു വലിയൊരു ഫാക്ടറാണ്. പെട്ടെന്ന് തന്നെ എല്ലാവരും എല്ലാം അറിയുന്നു. പഴയതുപോലെ മൂടി വെക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോ പിന്തുണ ലഭിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു പക്ഷെ ലഭിച്ചേക്കാം. പക്ഷെ ഇത്രയും ഒരു പബ്ലിസിറ്റി ഒരു പക്ഷെ കിട്ടില്ലായിരിക്കാം. പബ്ലിസിറ്റിക്ക് പുറമെ ഈ കേസിൽ എത്രത്തോളം നടപടി ഉണ്ടാകുമെന്നതും നമ്മൾ നോക്കിക്കാണേണ്ടത്. അതെ, അതിപ്പോ ഈ കേസിൽ തന്നെ ആയാലും നടപടി എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് അറിയാൻ പാടില്ല. അത് വിൻസി തന്നെ അതിനകത്തൊരു കൺഫ്യൂഷൻ പറയുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തവുമാണ്. പക്ഷെ അത് ഈ പറയുന്ന ഇതിലെന്തെങ്കിലും കുറ്റമുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ സത്യസന്ധമായി അത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അത് മാത്രമല്ല, ഇപ്പോൾ വിൻസിയോട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം, ഒരു പ്രതികരണം ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം സിനിമകൾ ഉണ്ടാകും. കാരണം അത് അവർക്ക് അല്ലെങ്കിൽ ആ സിനിമ നിർമ്മിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. പക്ഷേ അതിനുശേഷം സിനിമയിൽ നിന്ന് വിലക്കുക എന്നതാണ് അടുത്ത നടപടി എന്നാണ് അവർ പറയുകയുണ്ടായത്. അത്തരത്തിലൊരു കാര്യം സിനിമാ സെറ്റിൽ ഉണ്ടാകുമെന്ന് ഗ്രീഷ്മക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടായേക്കാം, ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടല്ലോ. അപ്പോ പക്ഷെ ഇത്രയും ഇനിയിപ്പോ വിൻസി അലോഷ്യസിനെ മാറ്റി നിർത്തുമ്പോൾ ജനങ്ങൾ അത്രയും വിഡ്ഢികളല്ലല്ലോ. അവർക്ക് മനസ്സിലാകില്ലേ ഇങ്ങനെ പ്രമുഖ ഒരു നടനെതിരെ പറഞ്ഞത് കൊണ്ടാണ് അവർ ഇത്രയും. അപ്പൊ ആളുകൾ അത് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലേക്ക് പോകാൻ സാധ്യതയില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, പൂർണ്ണ പിന്തുണ കൊടുക്കും, ഷൈനെ സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സിനിമകളിൽ സജീവമായി തുടർന്നിട്ടുമുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലവത്താകും അല്ലെങ്കിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നൊക്കെയുള്ളത് ഇനി കണ്ടറിയണം. ഇതിന്റെ നിജസ്ഥിതി കണ്ടുപിടിക്കണം, സത്യം എന്താണെന്ന് കണ്ടുപിടിക്കണം, എന്തിനാണ് ഷൈൻ ഓടിയതെന്ന് ഷൈൻ തന്നെ പറയണം. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ ഇനി കിടപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയതിനു ശേഷം ഇനിയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാൻ വരും. ഇനിയും ഒരുപാട് ചിലപ്പോൾ തുറന്നുപറച്ചിലുകൾ ഉണ്ടായേക്കാം. എല്ലാം മുൻനിർത്തിയാകും ഇനി മുന്നോട്ട് പോകുന്നു. പക്ഷേ സർക്കാരും പോലീസ് സംവിധാനങ്ങളും കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്നു. അത് തുറന്നു പറയുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്, അല്ലെ? അതെ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം വിൻസി അലോഷ്യസിന് സിനിമാ സെറ്റിലുണ്ടായ ഒരു ദുരനുഭവം പങ്കുവച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുകയുണ്ടായത്. തീർച്ചയായും അവരുടെ തുറന്നു പറച്ചിൽ ഒരു മാറ്റങ്ങൾക്ക് തിരികൊളുത്തട്ടെ എന്ന് നമുക്ക് തന്നെ പ്രത്യാശിക്കാം.